മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയി. പിന്നെ മൈൻഡൊക്കെ ഒന്ന് ടെൻഷനും ഇതൊക്കെ തന്നെയായിരുന്നു. മൈൻഡൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷനും പിന്നെ നല്ല പ്രഷർ, പെട്ടെന്ന് ദേഷ്യം പിടിച്ചിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുക, അങ്ങനത്തെ അതിന്നൊക്കെ ഒന്ന് എല്ലാം എല്ലാം കൊണ്ടും ഒന്ന് മാറി. നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു അല്ലേ. ഞാന് ഹിഷാമിനെ കുറച്ചു നേരം കേട്ടു അല്ലേ. കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതിന് വലിയ പ്രശ്നമല്ലായിരുന്നു. പ്രശ്നം ഞാൻ ഒന്ന് ഹിഷാമിനെ കേൾക്കാൻ വേണ്ടി ഇരുന്നപ്പോ തന്നെ ഹിഷാം നന്നായിട്ട് ഫ്രീ ആയി. എല്ലാരും ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനേ ഉള്ളൂ അല്ലെ, തെറ്റുകളൊക്കെ നമ്മൾ സംഭവിക്കും. അപ്പൊ അതിന്റെ ഒരു കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് തെറാപ്പികളൊക്കെ ചെയ്തല്ലേ. അപ്പൊ തെറാപ്പികളൊക്കെ ചെയ്ത് അപ്പൊ തന്നെ മൈൻഡ് എന്തായി, ഒന്ന് സെറ്റായി. അപ്പൊ അവിടെ നേരത്തെ കിടത്തിട്ട് മാഡം തലയിൽ ഇങ്ങനെ ഒരു കല്ലിട്ട് തന്നിരുന്നല്ലേ, തണുപ്പ് തോന്നി. പച്ചമരുന്ന് അതിനുശേഷം ഇപ്പൊ പച്ചമരുന്ന് ഇട്ടല്ലേ, ടോട്ടലി ഒന്ന് നമുക്കൊന്ന് റിലാക്സ് ആണ്. പച്ചമരുന്ന് ഇട്ടപ്പോ ബോഡിയൊക്കെ ഒന്ന് റിക്കവറായി, എല്ലാം കൊണ്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റായി വന്നു. അപ്പൊ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ഓടി ഒളിക്കണം എന്ന് അതല്ല, അത് തുറന്ന് എല്ലാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അത് തുറന്ന് പറയാൻ പറ്റുന്നവരടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, പറയണം. അപ്പൊ അവരെന്ത് ചെയ്യും, നമുക്ക് അവരതിനുള്ള പരിഹാരം ഉണ്ടാക്കി. അതാണ് സത്യത്തിൽ നമ്മളുടെ ഈ കൗൺസിലിംഗ് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. പല ആളുകൾക്കും വിചാരം കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഭ്രാന്തിന് ചികിത്സിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പല ആളുകളുടെ വിചാരം കൗൺസിലിങ്ങിനാണ് അല്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു വിഷമം വരുമ്പോൾ, അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, നിനക്ക് എന്താണ് താല്പര്യം അതിലേക്ക് പോവാന്ന് പറഞ്ഞ് ഹിഷാമിനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിച്ചത് അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇൻഷാ അല്ലാ പുതിയൊരു മേഖലയിലേക്ക് കയറാണ് അല്ലേ. പിന്നെ നമ്മളതിന്റെ ഇടയിൽ മൈൻഡ് റീഡ് ചെയ്തല്ലേ. ഹിഷാമിന്റെ മനസ്സിലുള്ളത് ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. എന്ത് തോന്നി? ഞാൻ ഒന്നങ്ങോട്ട് പകച്ചുപോയി. ഹിഷാമിന്റെ മനസ്സിലുള്ള കാര്യം തന്നെ ഞാൻ ചെയ്യിപ്പിച്ചപ്പോ അതുപോലെ തന്നെ എഴുതി വന്നപ്പോ പെട്ടെന്ന് എന്താ, ഇതൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകളാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങള് മനസ്സിലാക്കാണ്ട് അല്ലെ, ഒരു ലക്ഷ്യബോധത്തെ കുറിച്ചിട്ട്. എന്താണേലും ഹാപ്പി ആണല്ലോ ഇൻഷാ അല്ലാഹ്. ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിലനിർത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ വികൃതി കൊണ്ട് കുസൃതി കൊണ്ട് നമ്മുടെ മാതാപിതാക്കള് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അവരെ സന്തോഷിപ്പിക്കാൻ കഴിയണം. അതിന്റെ ഇരട്ടി എന്ത് ചെയ്യണം, സന്തോഷിപ്പിക്കണം. ഈ പ്രായത്തിൽ കുറെ വികൃതിയും കുസൃതിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഇരട്ടി സന്തോഷിപ്പിക്കാൻ കഴിയണം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്.